എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. സൗരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നതോടെ വേങ്ങൂർ, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കപ്പെടുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. 3 ഗ്രാമപഞ്ചായത്തുകളിലൂടെ 30 കിലോമീറ്റർ നീളത്തിൽ സ്ഥാപിക്കുന്ന സൗരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നബാർഡ് എന്ന് പറയുന്ന കേന്ദ്ര കാർഷിക മേഖലയെ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് നബാർഡ്. എന്നാൽ നബാർഡിന് വായ്പകൾ നൽകുന്നുള്ള സ്കീമുണ്ട്. വിവിധ പദ്ധതികൾക്കായി വായ്പകൾ നൽകുക. അപ്പോൾ അവർ ഓരോ സംസ്ഥാനത്തിനും ഇത്ര വരെ കൊടുക്കാമെന്നൊരു അലോട്ട്മെൻ്റ് ഉണ്ടാകും. ആ അലോട്ട്മെൻറ്റിൽ നമ്മൾ വെക്കുമ്പോൾ അവർ മുൻഗണനയുണ്ട് കൃഷി. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് വന്യമൃഗ ആക്രമണത്തിന് മൂലം ഉണ്ടാകുന്ന സംഘർഷം കുറക്കുന്നതിനുള്ള പരിപാടികൾക്കാണ് ഇത്തവണ നബാർഡ് കേരളം സംബന്ധിച്ചുള്ള മുൻഗണനാ പട്ടികയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയുള്ള വേലികൾ കെട്ടുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ഈ ഇതിന് പുറമെയാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും 3 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും 5 കിലോമീറ്റർ സൗരോർജ്ജ വേലിയും 24 ലക്ഷം രൂപ വെച്ച് 2.9 സൗരോർജ്ജ തൂക്കുവേലിയും നിർമ്മാണം ഇതിനകം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 7 കോടിയോളം രൂപ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് നബാർഡിന്റെ സഹായത്തോടെ 3.73 കോടി രൂപ ചെലവിൽ മലയാറ്റൂർ ഡിവിഷനിൽ കോട്ടപ്പാറ റിസർവിന് ചുറ്റുമായി അയനിച്ചാൽ മുതൽ പാണിയേലി വരെയാണ് സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നത്. കോതമംഗലം മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി ഏകദേശം 7 കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും പദ്ധതികൾ നടപ്പിലായ പ്രദേശത്ത് പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, DFOമാരായ രവികുമാർ മീണ, M വെങ്കടേശ്വരൻ, R ലക്ഷ്മി, മലയാറ്റൂർ ഡിവിഷൻ ADCFR സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശ അജിൻ, ലിസി ജോസഫ്, പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, അഡ്വക്കേറ്റ് BGP ഐസക്, സണ്ണി വർഗീസ്, സാറാ മജോൻ, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ CB പോൾ, SM മലിയാർ, വേങ്ങൂർ പഞ്ചായത്ത് മെമ്പർമാരായ ഷീജ ഷിജോ, ബേസിൽ കല്ലറക്കൽ, രാഷ്ട്രീയ പ്രതിനിധിയായ K ജോയ്, സെൻട്രൽ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ R ആടലരശൻ, മലയാറ്റൂർ DFO കുറ ശ്രീനിവാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനും നമ്മൾ പണം കണ്ടെത്തിയത് അവരോട് നന്ദി പറയേണ്ടതുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് എറണാകുളം ജില്ലയിലാണല്ലോ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ കൂടി താല്പര്യമാണ് നമുക്ക് കോതമംഗലം ഭാഗത്ത്, എറണാകുളം ഭാഗത്ത് ചെയ്യുന്നതല്ല. ഞങ്ങളതിനെ അനുകൂലിച്ച് എവിടെയായാലും നാട്ടുകാരാണ്, ജനങ്ങളാണ്. നമുക്കെല്ലാവരും കോതമംഗലക്കാരായാലും കാസർഗോഡുകാരായാലും കോഴിക്കോടുകാരായാലും എല്ലാം നമുക്ക് മനുഷ്യരാണല്ലോ, വയനാടുകാരായാലും. അപ്പോൾ അവർ ആദ്യഘട്ടം സംബന്ധിച്ച് അവരോട് ഇവിടെ വന്ന് പരിശോധന നടത്തിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പരിശോധന നടത്തിയപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ 2ാം ഘട്ടമായി 450 മീറ്റർ കൂടി തരാം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൻ്റെ പ്രവൃത്തി വളരെ പെട്ടെന്ന് ആരംഭിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിലെ ന്യൂസ് ബ്യൂറോ, കോതമംഗലം.